എന്താ വേണ്ടത്? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ആലപ്പുഴ ജില്ലയിൽ ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സമത്തെക്കുറിച്ച് സ്ത്രീകളുടെ അമ്മയാണെന്നും ഒക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ശോഭാ സുരേന്ദ്രൻ സുഖദമ്മാടി, കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി, എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി. ഈ ആലപ്പുഴ ജില്ലയിൽ ഒരു വനിതാ പ്രവർത്തക ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനോട് തനിക്ക് ഈ ഓഫീസിനകത്ത് നിന്ന് നേരിട്ട പരാതിയെക്കുറിച്ച് പറഞ്ഞിട്ട് അത് കേൾക്കാതെ അവസാനം അവരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അന്വേഷിക്കാനായിട്ടിരുന്ന ഈ പൂന്തുറ ശ്രീകുമാർ എന്താണ് അവരോട് പറഞ്ഞ് അവരെ ഇവനെ പാർട്ടിയിൽ നിന്ന് വിട്ടാൽ നിന്നെയും പറഞ്ഞു വിടുമെന്നാണ് പറഞ്ഞത്. അവരെ ഇരുത്തി കരയിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അതേക്കുറിച്ച് അന്വേഷിക്കൂ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം ശോഭാ സുരേന്ദ്രൻ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ പാലക്കാട് പൈസ കൊടുത്തത് ഞാൻ പറഞ്ഞു വിട്ട ആളാണെന്നൊക്കെ ചുമ്മാതെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇവർ പറഞ്ഞത് എന്താണ്, ഈ വെള്ള ചുരിദാറിട്ട സ്ത്രീയുടെ അമ്മൂമ്മയാണ് അവരെന്നും അവരുടെ കൊച്ചുമകളാണ് ഇവളെന്നും ആ കൊച്ചുമകൾ കാശ് കൊണ്ട് കൊടുത്തതാണെന്നും ആദ്യം കള്ളം പറഞ്ഞു. പിന്നെ ആ സെക്ഷലി ഹറാസ് ചെയ്യുന്ന 3 എണ്ണം ഇത് ആംഗ്യങ്ങൾ കാണിച്ചു. ഈ കിളവിക്ക് നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാൻ. ആ 18 വയസ്സായ ചെറുക്കൻ നിങ്ങളുടെ കയ നോക്കി എന്ത് സെക്ഷലി ഹറാസ് ചെയ്യുന്ന ആക്ഷനാണ്. ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ട്. പ്രായപൂർത്തിയായ പെണ്ണുങ്ങളോ? ഏതാത്? ഞാൻ തന്നെ. ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. നിങ്ങൾക്ക് ഈ ഉളുപ്പില്ലാത്ത ഒരു നാക്കുള്ളത് കൊണ്ട് എന്തും പറയാമെന്നും അതിന് കുറെ ആളുകൾ ഇത് പുറത്ത് ഇങ്ങനെ താങ്ങി നടന്നാൽ ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഇതൊരു ദൈവികമായ പ്രസ്ഥാനം. ഇതിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച്, ഇതിൽ നിന്ന് ത്യാഗം സഹിച്ച് മാറി നിൽക്കുന്നവരെ കുറിച്ച്, ഇന്ന് ഇതിലേക്ക് കടന്നു വരുന്ന യുവമോർച്ചയുടെ ആളുകളെ കുറിച്ച്, അവർക്ക് ഏത് നേതാവിന്റെ കൂടി നിന്നാണ് ഞങ്ങൾക്ക് കൂടുതൽ ഉയർന്നിലെത്താൻ കഴിയുന്നുള്ള ചിന്ത. അല്ലാതെ അവരുടെ മനസ്സിൽ അവർ കൊച്ചു പിള്ളേരാണ്, അവരെയൊക്കെ നേരായ വഴിയിലേക്ക് നടത്തിക്കൊണ്ടുപോകാനുള്ള നിർദ്ദേശങ്ങളൊന്നും. അതുപോലെ തന്നെ അന്തസ്സുള്ള സ്ത്രീകൾക്ക് ഇന്ന് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? പഴയകാല നല്ല നിലവാരമുള്ള വനിതാ പ്രവർത്തകരുണ്ടായിരുന്ന ഈ പാർട്ടിയിൽ അവരൊക്കെ എവിടെ പോയി എന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്നെ ഇല്ലാതാക്കി കളയാമെന്നല്ല. ഷാനി, ഇത് ചെറിയ കളിയല്ല.